കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എവരെയും സ്നേഹപൂർവം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയിൽ അനേകം വിശുദ്ധരുണ്ട്. അതിലെല്ലാ വിശുദ്ധരെയും നമുക്ക് അറിയില്ല. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുള്ള ജീവിത മാതൃകകളാണ് ഈ വിശുദ്ധരെല്ലാവരും. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നമുക്കധികം പരിചിതമില്ലാത്ത ഒരു വിശുദ്ധയെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആ വിശുദ്ധയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുവാനും അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെയാണ്. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ വലിയ തെറ്റുകളിൽ വീഴുകയും പാപകരമായ ജീവിതം നയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഈജിപ്തിലെ മറിയം. 12ാമത്തെ വയസ്സ് മുതൽ വേശ്യാവൃത്തി ചെയ്ത് അവൾ ജീവിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈശോയെ കണ്ടെത്തിയ നിമിഷം മുതൽ തൻ്റെ പാപമാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും എന്തുമാത്രം പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിച്ചോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായി ഈശോയെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈജിപ്തിലെ മറിയം. തൻ്റെ പാപത്തിന് പരിഹാരമായി കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ അവൾ ഒരു വിശുദ്ധയായി തീർന്നു. 5ാം നൂറ്റാണ്ടിലാണ് ഈജിപ്തിലെ വിശുദ്ധ മേരി ജീവിച്ചിരുന്നത്. വിശുദ്ധയെക്കുറിച്ച് ലോകം അറിയുന്നത് മറ്റൊരു വിശുദ്ധനിലൂടെയാണ്. ശരിക്കും വിശുദ്ധ സോസിമോസ് എന്ന ഒരു സന്യാസിയിലൂടെയാണ് ഈജിപ്തിലെ വിശുദ്ധ മേരിയുടെ ജീവിതം ലോകം അറിയുന്നത്. വിശുദ്ധ സോസിമോസ് ജീവിച്ചിരുന്നത് പലസ്തീനിലെ ഒരു ആശ്രമത്തിലായിരുന്നു. ആ സന്യാസ ആശ്രമത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് നോമ്പ് കാലത്ത് ആ സന്യാസ ആശ്രമത്തിലെ സന്യാസികളെല്ലാവരും മരുഭൂമിയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും പോകും. എന്നിട്ട് നോമ്പുകാലം മുഴുവൻ അവിടെ ചെലവഴിച്ച് ഓശാന ഞായറിന് അവർ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പാരമ്പര്യം, തിരിച്ചു വരുന്ന ഒരു പ്രാർത്ഥനാ രീതി. എല്ലാ വർഷവും അവിടുത്തെ സന്യാസിമാർ ഇങ്ങനെ ഏകാന്തതയിൽ പോയി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തിരിച്ച് ഓശാന ഞായറിന് തിരിച്ചു വരുന്നു. വിശുദ്ധ സോസിമോസും വിശുദ്ധനായ ഒരു സന്യാസി ഒരു നോമ്പുകാലത്തിൽ ഇതുപോലെ മരുഭൂമിയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ആയിട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഈജിപ്തിലെ വിശുദ്ധ മേരിയെ, പ്രായശ്ചിത്ത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈജിപ്തിലെ വിശുദ്ധ മേരിയെ കാണുന്നു. ആ സമയത്താണ് ഈജിപ്തിലെ വിശുദ്ധ മേരി തൻ്റെ ജീവിതകഥ വിശുദ്ധ സോസിമോസിനോട് പറയുന്നത്. വിശുദ്ധ മേരി തന്നെ പറയുന്ന ജീവിതകഥയാണ് പിന്നീട് സ്റ്റോറി ഓഫ് സെൻറ്റ് മേരി ഓഫ് ഈജിപ്ത് എന്ന് പറഞ്ഞിട്ട്
ഒരു 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 ഈജിപ്തിലെ വിശുദ്ധ മേരിയുടെ ജീവിതകഥയായിട്ട് പിന്നീട് അറിയപ്പെട്ട ഒരു ജീവിതകഥ. വിശുദ്ധ മേരി പറയുന്നുണ്ട് തൻ്റെ നാട് ഈജിപ്തിലാണെന്ന് പറയുന്നു. 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ വിട്ട് ഈജിപ്തിലെ വാണിജ്യ നഗരമായ അലക്സാൻഡ്രിയയിലേക്ക് അവൾ പോകുന്നു. അവിടെ വെച്ച് തെറ്റിലേക്ക്, വ്യഭിചാരത്തിലേക്ക് വീഴുന്നു. 17 വർഷം, നീണ്ട 17 വർഷം, 29-ാമത്തെ വയസ്സ് വരെ, 12-ാമത്തെ വയസ്സ് മുതൽ 17 വർഷക്കാലം വേശ്യാവൃത്തിയിൽ, തെറ്റിൽ ജീവിച്ച ഒരു വ്യക്തിയായിട്ട് അവൾ മാറി. 17 വർഷക്കാലത്തെ ഒരു പാപകരമായ ഒരു ജീവിതം ആണ് അലക്സാൻഡ്രിയയിൽ അവൾ ജീവിച്ചത്. 29-ാമത്തെ വയസ്സിൽ ലിബിയയിൽ നിന്നുമുള്ള ഒരു തീർത്ഥാടക സംഘത്തോടൊപ്പം മറിയവും ജെറൂസലേമിലേക്ക് പോയി. പക്ഷെ അവളുടെ ലക്ഷ്യം പ്രാർത്ഥനയോ തീർത്ഥാടനമോ അല്ലായിരുന്നു, മറിച്ച് അവളുടെ ജഡിക ആസക്തിയെ തൃപ്തിപ്പെടുത്തുക മാത്രമായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരുമായിട്ടും അവൾ ശാരീരിക ബന്ധത്തിൽ, അവരെ വശീകരിച്ച് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി അവൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി ജെറൂസലേമിൽ ചെന്നതിന് ശേഷവും അതേ പാപകരമായ ജീവിതം അവൾ അവിടെ തുടർന്നു. ആ ദിവസങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസമാണ് അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകുന്നതും അവൾ മാനസാന്തരപ്പെടുന്നു. അന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അന്ന് അവൾ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് വെച്ച ദേവാലയത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അവൾ കൂടി ചേരുന്നു. അവരുടെ കൂടെ അവർ പോകുമ്പോൾ അവളുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക എന്നുള്ളതൊന്നുമല്ല, പറഞ്ഞ പോലെ പാപത്തിന് പുതിയ ഇരയെ കണ്ടെത്തുക എന്നൊരു ആഗ്രഹത്തോടെ തന്നെ ഈ കൂട്ടത്തോടൊപ്പം ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിന് സാധിക്കുന്നില്ല. വളരെ എത്രത്തോളം ശ്രമിച്ചിട്ടും ഒരു അദൃശ്യമായ ശക്തി അവളെ അതിന് തടസ്സം നിൽക്കുന്നു. മറ്റുള്ളവരൊക്കെ ദേവാലയത്തിലേക്ക് കടന്നുപോയി, വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിന് മാത്രം ദേവാലയത്തിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റാത്ത രീതിയിൽ 4 തവണ അവൾ ശ്രമിക്കുന്നുണ്ട് ദേവാലയത്തിൽ കടക്കാൻ. പക്ഷേ അവൾക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ല, ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. ആ സമയത്ത് വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ പാപകരമായ ജീവിതമാണ് ഈ വിശുദ്ധ കുരിശിനെ വണങ്ങാനായിട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ദേവാലയത്തിലേക്ക്, വിശുദ്ധമായ ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സം നിന്നത് എന്ന് അതാണ് അതിൻ്റെ കാരണമെന്ന് അവൾക്കൊരു തിരിച്ചറിവുണ്ടായി. അവൾ ഈ തിരിച്ചറിവോടെ, വലിയ സങ്കടത്തോടെ അവൾ തിരിച്ച് കടക്കാൻ പറ്റാത്തത് കൊണ്ട് ദേവാലയത്തോട് ചേർന്നുള്ള കോട്ടയാടിലേക്ക് അവൾ നടന്നു വരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഛായാചിത്രം, പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രമുണ്ടായിരുന്നു. ഇവൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇവൾ കാണുന്നു. ഇവൾ പരിശുദ്ധ അമ്മയെ നോക്കിയത് മുതൽ വളരെ വളരെ ശക്തമായിട്ട് ഇവൾ കരയാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയെ നോക്കിയത് മുതൽ കരഞ്ഞു തുടങ്ങി. കുറേ കരഞ്ഞ് അവൾ പരിശുദ്ധ അമ്മയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സഹായം. എന്നെ ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് സഹായിക്കണേ എന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് അവൾ അപേക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് അപേക്ഷിക്കുന്നതിൻ്റെ ഒപ്പം അവൾ പരിശുദ്ധ അമ്മയോടൊരു വാഗ്ദാനം കൊടുക്കുന്നു. എനിക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ ഞാൻ ഇതുവരെയുള്ള ജീവിതത്തെ ഉപേക്ഷിച്ച് നല്ല ഒരു ജീവിതം, നല്ലൊരു പ്രായശ്ചിത്ത ജീവിതം നയിച്ചോളാം എന്ന ഒരു ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അവൾ ഈ ഒരു ആഗ്രഹം, ഈ ഒരു സഹായം അവൾ അപേക്ഷിക്കുകയാണ്. സമയത്ത് ശരിക്കും നല്ലൊരു അനുതാപത്തിൻ്റെ കണ്ണുനീര് അവളുടെ ഉള്ളിൽ നിന്ന് വരുന്നു. ആ കണ്ണുനീരോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ദേവാലയ വാതിൽക്കലേക്ക് അവൾ ചെല്ലുന്നു. ഒരു തടസ്സവും കൂടാതെ അവൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പാപിനിയായ സ്ത്രീ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീ ഈശോയുടെ കാൽക്കൽ വീണ് കരഞ്ഞ്, ഈശോയുടെ കാൽക്കൽ വീണ് കരഞ്ഞ പോലെ ഇവള് യഥാർത്ഥ അനുതാപത്തോടെ, നല്ല പൂർണ്ണമായ മനസ്താപത്തോടെ അവൾ ആ ദേവാലയത്തിൽ പ്രവേശിക്കുകയും വിശുദ്ധ കുരിശിൻ്റെ കീഴിൽ, ആ തിരുശേഷിപ്പിൻ്റെ കീഴിൽ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ദിവസം അന്ന് ആ വിശുദ്ധ കുരിശിൻ്റെ കീഴിൽ കരഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു വന്ന് തൻ്റെ പാപങ്ങൾ ഒക്കെ, ആ പാപകരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ അനുദപിച്ച് അവൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് ആ കുരിശിനെ വണങ്ങി ദേവാലയത്തിൽ നിന്ന് സമാധാനത്തോടെ അവൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന്
നന്ദി പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്, ഇനിയുള്ള ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നല്ലൊരു പ്രായശ്ചിത്ത ജീവിതം നയിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ അമ്മയുടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് അന്ന് വൈകുന്നേരം തന്നെ, അന്ന് ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അന്ന് വൈകുന്നേരം തന്നെ സ്നാപയോഹനാൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയുണ്ട് ജെറുസലേമിൽ. അവിടെ പോയി കുംഭസാരം എന്ന 17 വർഷക്കാലം പാപകരമായി ജീവിച്ചു. അപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് 17 വർഷം അവൾ കുംഭസാരിച്ചിട്ടില്ല, പള്ളി കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ 17 വർഷത്തിന് ശേഷം അന്ന് നല്ല മനസ്താപത്തോടെ, പൂർണ്ണമായ ഒരു അനുതാപത്തോടെ അവൾ കുംഭസാരിക്കുന്നു. അന്ന് 17 വർഷത്തിന് ശേഷം ഈശോയെ ദിവ്യകാരുണ്യത്തിലെ വിശുദ്ധ കുർബാന അവൾ സ്വീകരിക്കുന്നു. ഈ ഒരു ദിവസം വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ആ തിരുനാൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു രണ്ടാം ജന്മമായിട്ട് അന്ന് മാറുന്നു. തീർച്ചയായിട്ടും ആ ഒരു കുമ്പസാരത്തിലൂടെ അവളൊരു പുതിയ വ്യക്തിയായിട്ട് അവിടെ മാറി. പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയ വ്യക്തിയായിട്ട് അവൾ രൂപാന്തരപ്പെട്ടു. അപ്പോൾ ശരിക്കും കാനായിലെ കല്യാണ വിരുന്നിന് പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ ഒരു ഇടപെടലാണ് ഈ ഈജിപ്തിലെ മറിയത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായത്. അങ്ങനെ ആ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അവൾക്ക് ആ ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയും ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു വിടുതൽ അവൾക്ക്, ഒരു സൗഖ്യം അവൾക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവളുടെ പ്രായശുദ്ധ ജീവിതം, മാതാവ് അവൾ തന്നെ പറയുന്നതനുസരിച്ച്, മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവളൊരു പ്രായശുദ്ധ ജീവിതത്തിലേക്ക് അവൾ പോവുകയാണ്. 47 വർഷം ജോർദാനിലുള്ള മരുഭൂമിയിൽ ഒരു ഗുഹയിൽ ഈ ലോകത്തോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അവൾ ജീവിക്കുകയാണ്. ഇതിനിടയ്ക്ക് അവിടെ അനുഭവത്തിൽ അവൾ പറയുന്നുണ്ട്, ഈ 47 വർഷത്തിൻ്റെ ജീവിതത്തിനിടയ്ക്കും പഴയ ജീവിത രീതിയിലേക്ക് പോകാനായിട്ടുള്ള ടെംപ്റ്റേഷൻസ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം പരിശുദ്ധ അമ്മ അവളെ തുണച്ചു. പരിശുദ്ധ അമ്മയോട് വലിയൊരു ഡിവോഷൻ, ഒരു ഭക്തി അവൾക്കുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ മാധ്യസ്ഥം ഒരു പാപത്തിലും വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ അവളെ സഹായിച്ചു എന്ന് അവൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 47 വർഷമാണ് മരുഭൂമിയിൽ ജീവിച്ചത്. അത് എത്രയോ വലിയ കാലയളവ് ചൂടും തണുപ്പും ഒക്കെ സഹിച്ച് ഇലകളും ഈന്തപ്പഴവും അങ്ങനെ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഭക്ഷിച്ച് വളരെ ഏറ്റവും കഠിനമായ ഒരു പ്രായശ്ചിത്ത ജീവിതം വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് നയിക്കുന്നു. 47 വർഷം. പിന്നീട് നമ്മൾ വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിൻ്റെ ലൈഫിൽ ഈ വിശുദ്ധ സോസിമോസിനോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് മരണം വരെ ലോകത്ത് അറിയരുത്, ആരോടും തൻ്റെ ഇങ്ങനെ ഒരാളെക്കുറിച്ച് പറയരുതെന്ന് ഈ സന്യാസിയോട് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ശരീരപ്രകൃതിയൊക്കെ കാണുമ്പോൾ ഒരു മരുഭൂമിയിൽ അത്രയും വർഷം ജീവിച്ച് വളരെ മെലിഞ്ഞ ഒരു ശരീരം, ഒരു സ്ത്രീയാണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു ശരീരപ്രകൃതിയാണ് വിശുദ്ധ സോസിമോസ് കാണുമ്പോൾ. അപ്പോൾ സോസിമോസിനോട് പറയും, എന്നിട്ട് ഇനി എന്നെക്കുറിച്ചുള്ള ഒരു കാര്യം ആരോടും പറയരുത്, എൻ്റെ മരണത്തിന് ശേഷം മാത്രമേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്താവൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം ഇതുപോലെ നോമ്പ് കാലത്തിന് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വരണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ട് വിടും. അപ്പോൾ പിറ്റേ വർഷം ഇതേപോലെ നോമ്പ് കാലത്ത് വിശുദ്ധ സോസിമോസ് വിശുദ്ധ കുർബാനയുമായിട്ട് വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിനെ കാണാൻ വരും. അപ്പോൾ കാണാൻ വരുമ്പോൾ റിവർ കടന്ന് വേണം കാണാനായിട്ട്. പക്ഷേ മേരി ഓഫ് ഈജിപ്ത് പറയും അവിടെ നിന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവർ വിശുദ്ധ കുരിശു വരച്ചുകൊണ്ട് ഈ റിവർ ഈ ഒരു പുഴ വെള്ളത്തിന് മീതെ നടന്ന് വിശുദ്ധ സോസിമോസിൻ്റെ അടുത്ത് വരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്നിട്ട് വിശുദ്ധ സോസിമോസിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അടുത്ത വർഷം ഇതേ സമയത്ത് വീണ്ടും തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ സോസിമോസിനെ സന്യാസാശ്രമത്തിലേക്ക് തിരിച്ചുവിടും. ഈ സന്യാസി അപ്പോൾ കുറച്ച് ഇലകളും കുറച്ച് പഴങ്ങളൊക്കെ ഒരു വർഷത്തേക്ക് ജീവിക്കാനായിട്ടുള്ള പോലെ വളരെ കുറച്ച് ഇലകളൊക്കെ കൊടുത്ത് മേരി ഓഫ് ഈജിപ്തിനെ പറഞ്ഞു വിടുന്നു. തിരിച്ച് സന്യാസാശ്രമത്തിലേക്ക് വിശുദ്ധ സോസിമോസ് പോകുന്നു. പിറ്റേ വർഷം വരുമ്പോൾ ഇവരായിരിക്കുന്ന ആ സ്ഥലത്ത് അവർ മരിച്ച് കിടക്കുന്നു. അവിടെ ഒരു എഴുത്ത് മണലിൽ എഴുതി വെച്ചിട്ടുണ്ട്, മേരി ഓഫ് ഈജിപ്ത് എന്നെ സംസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സന്യാസി അവരെ അവിടെ സംസ്കരിക്കുന്നു. പിന്നീട് ഇവരുടെ സന്യാസാശ്രമത്തിലെ ഇത് കേട്ട് ഈ ജീവിതകഥ അറിഞ്ഞ അവരാണ് ഈ മേരി ഓഫ് ഈജിപ്തിൻ്റെ കഥ ഒരു സ്റ്റോറി ആയിട്ട്, അത് ജീവിത ഗ്രന്ഥം, ബയോഗ്രഫി എഴുതുന്നത്. ഒരുപാട് വിശുദ്ധർ കുറേ പേര് ഈ ഒരു വിശുദ്ധയുടെ ജീവിതം ഇൻസ്പയർഡായിട്ട് വിശുദ്ധിയിലേക്ക് വന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ. ശരിക്കും 47 വർഷം മരുഭൂമിയിൽ, അപ്പോൾ ഏകദേശം 76-ാമത്തെ വയസ്സിൽ വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് സ്വർഗത്തിലേക്ക് പോയി.
മരിച്ചു എന്നാണ് ലൈഫ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളോ കുറവുകളോ ബലഹീനതകളോ അയോഗ്യതകളോ ഒന്നും നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്നും നമ്മുടെ ദൈവത്തെ തടയുന്നില്ല. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നമുക്ക് മടങ്ങി വരാൻ ഒരവസരമുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പാണെങ്കിലും ഞാനത് തൂമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും. ഇതാണ് ഈജിപ്തിലെ മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. രക്താംബരം പോലെ കടുംചുവപ്പായിരുന്ന അവളുടെ പാപം കുമ്പസാരം എന്ന കൂദാശയിലൂടെ എടുത്തുമാറ്റി തൂമഞ്ഞു പോലെ നിർമ്മലമായൊരു ഹൃദയം ദൈവം അവൾക്ക് നൽകി. അത്രത്തോളം ദൈവം നമ്മളെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പാപകരമായ അവസ്ഥയിലാണെങ്കിലും ഈ സ്നേഹപിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി വരിക എന്നൊരു സന്ദേശമാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും 17 വർഷത്തെ വലിയ ഗൗരവമായ ഒരു പാപകരമായ ജീവിതം നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. വളരെ പൂർണ്ണമായ മനസ്താപത്തോടെ അനുതാപത്തോടെ ഉള്ള ഒരു നല്ല കുമ്പസാരം ഈ 17 വർഷത്തെ പാപത്തെ പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ശരിക്കും വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു നല്ലൊരു കുമ്പസാരം ആ വ്യക്തിയെ ഒരു വിശുദ്ധയാക്കി മാറ്റി. ശരിക്കും ഇപ്പോൾ കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓരോ കുമ്പസാരവും വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കണം. വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് തൻ്റെ കുമ്പസാരത്തിലൂടെ ഇന്ന് ഒരു വിശുദ്ധിയായി മാറിയെങ്കിൽ നമ്മളും നമ്മളുടെ ജീവിതത്തിലെ കുമ്പസാരങ്ങൾ നല്ല കുമ്പസാരത്തിലൂടെ വിശുദ്ധിയിൽ വളരാനായിട്ട് നമുക്ക് പറ്റണം. ശരിക്കും കരുണയുടെ കൂടാരം കുമ്പസാരക്കൂടാണ്. സഭയ്ക്ക് മോചിപ്പിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. എത്ര ഗൗരവമേറിയ പാപമായാലും സഭയുടെ പാപമോചന അധികാരത്തിലൂടെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മോചിക്കപ്പെടുന്നു. അപ്പം കുമ്പസാരം എന്ന കൂദാശയുടെ വലിയ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം. വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു വളരെ സാൻഡിറ്റിയുള്ള വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ സംഭവിച്ചത് അന്ന് ഇതാണ്: ഒരു മകള് എന്നുള്ള ആ മഹത്വത്തിലേക്ക്, ആ അനുഗ്രഹത്തിൻ്റെ പുനഃസ്ഥാപനം, റെസ്റ്റോറേഷനാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും ദൈവത്തിൻ്റെ ആ ഒരു ഗ്രേസ്, ആ കൃപാവരത്തിൻ്റെയൊക്കെ പുനഃസ്ഥാപനം നടക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയിലൂടെയൊക്കെയാണ് നടക്കുക. അപ്പോൾ ഈ കൂദാശയുടെ വലിയ ഒരു പ്രാധാന്യം ഈ വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിൻ്റെ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അനുതാപ പ്രവൃത്തി, നല്ല അനുതാപത്തിൻ്റെ ഫലമാണ് നല്ല പ്രായശ്ചിത്ത പ്രവൃത്തി. വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് ശരിക്കും 47 വർഷം ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു പ്രായശ്ചിത്ത ജീവിതം നയിച്ചു. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ഒരു ജീവിതം നയിക്കണം. ശരിക്കും പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ ഈ ഒരു ജീവിതമാണ്. അനുതാപത്തിൻ്റെ യഥാർത്ഥ ഫലമാണ് നല്ല പ്രായശ്ചിത്ത ജീവിതം. ദൈവം അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ലൊരു പ്രായശ്ചിത്ത ജീവിതം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിൽ പ്രകടമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വിശുദ്ധ മേരിയുടെ ജീവിതം നോക്കുമ്പോൾ തന്നെ അവൾ പാപം മാത്രമല്ല പാപ സാഹചര്യവും ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് അവൾ മരുഭൂമിയിലേക്ക് പോകുന്നത്. പൂർണ്ണമായും ലോകത്തോടുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് അവളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ കുമ്പസാരം എന്നൊരു കൂദാശയിലൂടെ നമുക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടാം. ഈ കൂദാശയിലൂടെ കൂടുതൽ വിശുദ്ധിയിൽ നമുക്ക് അനുദിനം വളർന്നു വരാം. ധാരാളം വരപ്രസാദം നമുക്ക് ഈ കുദാശയിലൂടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പലരും ഈ കുദാശയെ ഭയത്തോടെ കാണുന്നു. ചിലരെങ്കിലും ഈ കുദാശയ്ക്ക് കൊടുക്കേണ്ട ഗൗരവം നൽകുന്നില്ല. കാരണം അനേക വർഷങ്ങളായി കുമ്പസാരിക്കാത്ത വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. അനേകം വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ പാപത്തിൽ തുടരുന്ന വ്യക്തികൾ. പല ചോദ്യങ്ങൾ ആൾക്കാർക്കുണ്ട് ഇതേക്കുറിച്ച്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം? എന്തുകൊണ്ട് ഞാനൊരു പുരോഹിതനോട് ഈ പാപം പറയണം? ഇതൊക്കെ പലരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മോശ പറയുന്നത് ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ പാപം ചെയ്ത് ദൈവത്തോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം. അതുതന്നെ യോഹന്നാൻ ശ്ലീഹായും പറയുന്നത്. ഒരുവൻ പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയുന്നു. എന്നാൽ അവൻ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ
ദൈവം നീതിമാനാകയാൽ അവൻ്റെ നിരവധിയായ പാപങ്ങൾ ദൈവം അവിടെ മോചിക്കുന്നു. അവ ഏറ്റു പറയുമ്പോൾ മാത്രമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഇനിയും എന്തുകൊണ്ട് ഒരു പുരോഹിതനോട് പാപങ്ങൾ ഏറ്റു പറയണം? പലരും അങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? പാപം മോചിക്കാനുള്ള അധികാരം മനുഷ്യപുത്രനായ ക്രിസ്തുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ അധികാരം ക്രിസ്തു തൻ്റെ അപ്പസ്വലന്മാർക്ക് നൽകി. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു അധികാരം സഭയ്ക്ക്, തൻ്റെ അഭിഷിക്തർക്ക് കർത്താവ് നൽകിയിരിക്കുകയാണ്. അപ്പം ആ ഒരു പുരോഹിതനടുക്ക് എളിമയോടുകൂടി അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മാത്രമേ പാപങ്ങൾക്ക് മോചനം സാധ്യമാകുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും പിശാച് നമ്മളെ ഇതിൽ നിന്നും തടയും. അതാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോര് പറഞ്ഞത് തന്നെ, പാപം ചെയ്യാനുള്ള പ്രലോഭനം തന്നിട്ട് അവൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും പിശാച്. ആ ദൈവം കരുണയുള്ളവനാ, നീ ഈ പാപത്തെ തുടർന്നു, ഒരു ദൈവം ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് അവൻ പാപം ചെയ്യാനുള്ള പ്രോത്സാഹനം നമുക്ക് തരികയും, എന്നാൽ കുമ്പസാരിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അവർ ചെന്നായുടെ സ്വഭാവം കാണിക്കുന്ന, ചെന്നായ ഒരു ആട്ടിൻകുട്ടിയെ പിടിക്കുമ്പം ആദ്യം ആട്ടിൻകുട്ടിയുടെ കൊങ്ങായിക്ക് പിടിക്കും, കാര്യം ഇവൻ കരയരുത് എന്ന് പറയുന്നത് പോലെ ഇവൻ നമ്മുടെ കൊങ്ങായിക്ക് പിടിക്കുക. എന്താ, ഇവൻ ഈ പാപം ഏറ്റു പറയാൻ പാടില്ല, അവനൊരു ലജ്ജ തരും, ഒരു ഭയം തരും. ശരിക്കും വളരെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ നമ്മൾ സമീപിക്കേണ്ട ഒരു കൂദാശയാണ് കുമ്പസാരം. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ മാനസാന്തരപ്പെടുത്തിയ കർത്താവ്, ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ വളരെ വിശുദ്ധയാക്കിയ കർത്താവ് തീർച്ചയായും നമ്മളെയും വിശുദ്ധരാക്കും, ഒരു സംശയമില്ല. നമ്മൾ നോക്കുമ്പം വലിയൊരു റോള് പരിശുദ്ധ അമ്മയ്ക്കുണ്ട് ഇതിൽ. ഈജിപ്തിലെ വിശുദ്ധ മേരിയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അവൾ വന്നപ്പോൾ അശുദ്ധിയുടെ വസ്ത്രമാണ് അവൾ, ആ അശുദ്ധിയുടെ ഒരു വസ്ത്രത്തിലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തൻ്റെ അവസ്ഥ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവളെ നല്ല ഒരു വിശുദ്ധിയുടെ വസ്ത്രം ഇട്ടുകൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ ചെളി പിടിച്ച് വരുമ്പോൾ സാധാരണ അമ്മമാർ കൊച്ചു പിള്ളേരോട് പോന്ന് പറയില്ല അല്ലേ. സാധാരണ എന്ത് ചെയ്യും, അമ്മമാർ ചെയ്യുന്നത് ചെളി പിടിച്ച് മുറിവൊക്കെ ആയിട്ട് വരുന്ന കൊച്ചു കുട്ടികളെ അമ്മമാർ എടുക്കും, ആ ചെളിയോടെ തന്നെ എടുത്ത് അവരെ കുളിപ്പിച്ച് നല്ല സോപ്പൊക്കെ ഇടിച്ച് നല്ല പൗഡറൊക്കെ ഇടിച്ച് നല്ല സുന്ദര കുട്ടികളാക്കുന്ന പോലെ, മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണക്കി മുറിവ് വെച്ച് കെട്ടുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ ഒരു റോളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചെടുക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. വലിയൊരു സത്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. 1:30 നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ ദൈവകൃപ നീ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ നമ്മുടെ പരിശുദ്ധ അമ്മ എവിടെയൊക്കെ നമുക്ക് കുറവുകൾ വീഴ്ചകൾ വരുന്നോ, എവിടെയൊക്കെ ദൈവ കൃപ നഷ്ടപ്പെട്ടു പോകുന്നോ, ആ നഷ്ടപ്പെട്ട കൃപ വീണ്ടെടുക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അതിന് വലിയൊരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം, മധ്യസ്ഥം, ഒരു സാന്നിധ്യം എപ്പോഴും ഈശോയിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. എവിടെയൊക്കെ വീണു പോകുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് പറയണം, എൻ്റെ കൈ പിടിച്ച് എന്നെ ഒന്ന് കൂടെ നിർത്തണേ, എന്നെ വീണ്ടും ഒന്ന് എഴുന്നേൽപ്പിക്കണേ, എന്നെ വീണ്ടും ഈശോയിലേക്ക് നടത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല, അതോടൊപ്പം ആർക്കൊക്കെ പാപത്തിൽ വീണ് ആരൊക്കെ ഉണ്ടോ, ആരൊക്കെ ഈശോയിലേക്ക് അടുക്കപ്പെടണോ, അതിനൊക്കെ അവർക്കൊക്കെ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ആ ഒരു സഹായം ഈശോയിലേക്ക് എത്തിക്കാനായിട്ട് വലിയ ഒരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി. അത് വിശുദ്ധ മേരി ഓഫ് ഈജിപ്ത് നമ്മൾ ജീവിതത്തിൽ കാണുന്ന പോലെ പിന്നീട് പാപ സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഒരിക്കലും പരിശുദ്ധ അമ്മ സഹായിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആ സഹായം ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശക്തിയായിട്ട് മാറേണ്ട ഒരു കാര്യം. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹത്തെയും കരുണയെയും കുറിച്ചാണ്. നമ്മളെത്ര വലിയ പാപകരമായ അവസ്ഥയിലാണെങ്കിലും നമ്മുടെ മടങ്ങിവരവനായി കാത്തിരിക്കുന്ന സ്നേഹപിതാവാണ് നമ്മുടെ ദൈവം. അനുതാപത്തോടെ കടന്നു വരുമ്പോൾ 2 കരങ്ങളും നീട്ടി നമ്മളെ സ്വീകരിക്കുകയും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് നമ്മുടെ ദൈവം.
ആ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ജഡികമായ പാപങ്ങളുടെ ബന്ധനങ്ങളുടെ അവസ്ഥയിലാണ് നാമെങ്കിൽ തീർച്ചയായും ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. കാരണം അവളാണ് ഷീസ് എ പേട്രൺ സെയിൻറ്റ് ഓഫ് ചാസ്റ്റിറ്റി. ശുദ്ധതയുടെ ഒരു പേട്രൺ സെയിൻ്റാണ് ഈജിപ്തിലെ വിശുദ്ധ മേരി. വിശുദ്ധ മേരിയോട് ചേർന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം